പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. ഇന്ന് ഓൾറെഡി പൊന്നുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. ആ വീഡിയോ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ വ്യൂസ് കൂടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള ടിപ്സ്, എൻ്റെ ഇപ്പം കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയി വന്നത് എങ്ങനെയാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിയത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ആ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ 11 മണിക്കാട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പം ഞങ്ങളൊരു ചെറിയൊരു വിശേഷം ഉണ്ട്, അത് പറയാൻ ഇന്ന് തന്നെ ഇതിൻ്റെ പ്രത്യേകത പൊന്നുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പൊന്നു ഇതുവരെ എണീറ്റിട്ടില്ല. എഡ്വിൻകുട്ടനാണെങ്കിൽ സ്കൂളിൽ പോണതിന് മുമ്പ് ഫസ്റ്റ് ചേട്ടായി ആദ്യം വിഷ് ചെയ്യണമെന്ന് അവനൊരിത്. അപ്പോൾ അത് നമ്മൾ നടത്തി കൊടുക്കണമല്ലോ. അപ്പോൾ അതേ സമയം 8:15 കേട്ടോ. അപ്പോൾ നമുക്ക് അവളെ ഒന്ന് എണീപ്പിച്ച് വിഷ് ചെയ്യാവേ. കിടക്കണേ. ഹാപ്പി ബർത്ത്ഡേ പൊന്നോസ്, ഹാപ്പി ബർത്ത്ഡേ പൊന്നോസ്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പൊന്നോസ്, ഹാപ്പി ബർത്ത്ഡേ പൊന്നോസ്. കച്ചി എണീക്ക, കച്ചി ഹാപ്പി ബർത്ത്ഡേ കച്ചി എണീറ്റ് പുറപ്പെട്ടു പോകണേ. അപ്പോൾ അതേ പൊന്നൂസിനെ എണീപ്പിച്ചുകൊണ്ട് ഞങ്ങളിതേ സെറ്റ് ചെയ്യൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് ഇതേ ചേച്ചിമാരൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടി അപ്പോഴത്തേക്ക് അവരുടെ സ്കൂൾ ബസ് വന്ന് ബസ്സിൽ മിഠായി കൊടുക്കണം കേട്ടോ. അപ്പോൾ പൊന്നൂസ് എല്ലാവർക്കും രാവിലെ തന്നെ മിഠായി ഒക്കെ കൊടുക്കാൻ പോകും കേട്ടോ. മിഠായി ഒക്കെ ആയിട്ടാണ് പോകും അല്ലേ പൊന്നൂസേ? ചാടിപ്പോയോ? നമുക്കൊക്കെ കൊടുത്തിട്ട് വരാമെന്നാ. അപ്പോൾ പൊന്നൂസ് അടുത്തുള്ളവർക്കൊക്കെ അതേ മിഠായി ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നു കേട്ടോ. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റായതുകൊണ്ട് ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് ചെറുതായിട്ട് ഒത്തിരി വലിയ ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ നമ്മളൊന്ന് ആഘോഷിക്കണം കേട്ടോ. അപ്പം നമ്മുടെ പൊന്നുമുത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്, എല്ലാവരും വിഷ് ചെയ്യണം. പിന്നെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷന് ഫുഡൊക്കെ ഓർഡറാണോ അതോ ഇവിടെ ഉണ്ടാക്കുവാണോ എന്നൊക്കെ ഞാൻ ഇപ്പോൾ പറയണില്ല കേട്ടോ. അതൊക്കെ വഴിയേ നമുക്ക് കാണാം കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എല്ലാവരും പൊന്നൂസിനെ വിഷ് ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ പറയണമെന്ന് പറ. ഹാപ്പി ബർത്ത്ഡേ പറയണമെന്ന് പറ. അടുത്തുണ്ട് കൊച്ചെന്ന് കാണാം. അപ്പം അതെ ബർത്ത്ഡേയുടെ കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തേ അതെ. അപ്പോൾ നമ്മുടെ കേക്ക് എത്തിയിട്ടോ, നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ 2-3 ട്രിക്സ് പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയണേ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് എടുത്ത് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടിടും. പക്ഷേ ഒരു കാര്യം എന്ന് പറയണേ, വാട്സപ്പിൽ ഇടണേന്ന് വെച്ചാൽ എല്ലാവരും കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. പക്ഷേ നമ്മൾ ഓൾറെഡി വാട്സപ്പിൽ ഇടുമ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും നമ്മുടെ കോൺടാക്റ്റ് ഉള്ളവരെല്ലാവരും കാണും. ബട്ട് അത് യൂട്യൂബിൽ വാട്സപ്പിൽ അതിൻ്റെ സ്റ്റാറ്റസിൽ അതിൻ്റെ വീഡിയോസ് കണ്ടവർ ഒത്തിരി പേര് കാണും. പക്ഷേ യൂട്യൂബിൽ ആ വ്യൂസ് വന്നില്ല. അതിൻ്റെ കാരണം ഞാൻ ഒത്തിരി വിഷമിച്ച ഒരു കാര്യം കേട്ടോ അത്. കാരണം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒത്തിരി പേര് കാണും, പക്ഷേ അത് യൂട്യൂബിൽ കയറുമ്പോൾ അതിൻ്റെ പകുതി പേര് കണ്ടിട്ടുണ്ടാവില്ല. ഇതെന്താ ഇതിൻ്റെ കാരണം എന്ന് അന്വേഷിച്ച് ഞാൻ ഒത്തിരി അന്വേഷിച്ചായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടെടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ലിങ്ക് കോപ്പി ചെയ്യുക. ദെൻ കോപ്പി ചെയ്തിട്ട് നമ്മളൊരു ടെക്സ്റ്റിൽ അത് പേസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു യൂട്യൂബിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 സ്ലാഷ് കിടക്കുന്നുണ്ട്. ആ സ്ലാഷിൻ്റെ മിഡിലായിട്ട് 2 സ്ലാഷാണ് കിടക്കണേ. ആ സ്ലാഷിൻ്റെ ഉള്ളിൽ ഓപ്പണിംഗ് എന്ന് അടിച്ചു കൊടുക്കുക. ഓപ്പണിംഗ് എന്ന് അടിച്ചു കൊടുത്ത ശേഷം നമ്മളത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് സ്റ്റാറ്റസിൽ പോയി പേസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ അത് ഓൾറെഡി യൂട്യൂബിലേക്കാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ അതിൽ യൂട്യൂബിൽ ഓൾറെഡി വ്യൂസ് കയറും കേട്ടോ. അല്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ആ വീഡിയോ നമ്മൾ ഗ്യാലറിയിലൊക്കെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണില്ലേ, ആ ഒരു രീതി മാത്രമാണ് ഓപ്പൺ ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ അതിൻ്റെ വ്യൂസ് കൂടാത്തത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ട്രിക്ക് അതാണ്.
അപ്പോൾ ഇനി ഞാൻ ട്രിക്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസിൻ്റെ ഇടയ്ക്കിടയ്ക്കാണ്, അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇത് പൊന്നുൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ തുടങ്ങി കേട്ടത്. അപ്പോൾ പൊന്നു ഇത് ഫ്രണ്ട് കേക്കൊക്കെ ആയിട്ട് ഇത് കത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, മുറിക്കാൻ റെഡി ആയിട്ട് കേട്ടോ. നമ്മുടെ പൊന്നുൻ്റെ ബർത്ത്ഡേക്ക് ക്യാരറ്റ് സേമിയ പായസമായിട്ട് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുള്ള, അതുകൊണ്ടാണ് പിന്നീട് അത് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തേക്കണം മന്തി റൈസ് കേട്ടോ. അതിന് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാം അഴിച്ചിട്ടില്ല, കാരണം എല്ലാം അഴിച്ചാൽ ചൂടാറി പോവില്ലേ, അത് നോക്കി. ബാക്കി കവറിലിരിക്കുന്നുണ്ട്. മയണൈസുണ്ട്, അത് സോസുണ്ട്, പിന്നെ ഉണ്ട് എല്ലാം ഉണ്ട്. അതെ, നോയമ്പായതുകൊണ്ട് നമ്മൾ മുട്ട കേട്ടോ റെഡിയാക്കിയേക്കണേ. എല്ലാവർക്കും നോമ്പല്ലേ, അതുകൊണ്ട് കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. സെറ്റായിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. പിള്ളേരെ ആദ്യം ഇരുത്തി, അത് കഴിഞ്ഞ് ഞങ്ങൾ വലിയൊരു കഴിച്ചു കേട്ടോ. അപ്പോൾ അതേ പിള്ളേർ ഫുഡൊക്കെ കഴിച്ചത്. സെക്കൻഡ് ട്രിക്ക് എന്ന് പറയണേ, നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഫസ്റ്റ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, ദെൻ ഒരു ഷോർട്ട്, വേറെ എന്തെങ്കിലും ഒരു നല്ലൊരു ഷോർട്ട് ആവണം കേട്ടോ. ഷോർട്ട് ക്രിയേറ്റ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യണതിന് തൊട്ട് മുമ്പ് നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ റിലേറ്റഡ് വീഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്ടിൻ്റെ ഉള്ളിൽ നമ്മളൊരു കാര്യം ചെയ്യുക, റിലേറ്റഡ് വീഡിയോയിൽ നമ്മൾ അന്ന് ആ ഡേ അപ്ലോഡ് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഷോർട്ട് ഓൾറെഡി ഒത്തിരി വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ആ ഷോർട്ട് കാണുന്നവർ ഈ ലോങ് വീഡിയോസും ഇതിൻ്റെ ആ ഹെഡിങ് കണ്ടിട്ട് കാണാനുള്ള ചാൻസ് ആവും. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഈ ലോങ് വീഡിയോയും കൂടെ കയറിപ്പോക്കോളും. അപ്പോൾ ഒരു വ്യൂസ് കൂടാനുള്ളൊരു പ്രധാന സെക്കൻഡ് പോയിൻ്റാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി തേർഡ് ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മുടെ വാട്സപ്പിൽ ഓൾറെഡി സ്റ്റാറ്റസ് നമ്മൾ ഇട്ടുമല്ലോ, അത് കോപ്പി ചെയ്ത് നമ്മുടെ FBയിൽ വിടാം. FBയിലാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടും അല്ലാതെ പബ്ലിക്കിനും മൊത്തം വാച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ ലിങ്ക് തന്നെ കോപ്പി ചെയ്ത് നമ്മുടെ FBയിൽ നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ട് വാട്ട് ഈസ് ഓൺ യുവർ മൈൻഡ് എന്നൊരു ഓപ്ഷനുണ്ട്, അതെടുത്തിട്ട് അതിൽ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിലായിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രണ്ട് എന്നുള്ളിടത്ത് പബ്ലിക് എന്ന് ആക്കി കൊടുക്കുക കേട്ടോ.
കേട്ടോ. എന്നാലല്ലോ പബ്ലിക്കിന് മൊത്തം കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടണവർ ലൈക്ക് ചെയ്യുകയും ചെയ്തോളും. അതുപോലെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പല ടിപ്സൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് നിങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ബൈ.